നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചില സന്ദർശനങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൂടും, അത് വാർത്തയാവുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെ സീറോ മലബാർ സഭാസ്ഥാനത്തെത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സിനഡ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് സതീശൻ എത്തിയത്. ആർച്ച് ബിഷപ്പുമായി 1 മണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തി. അത്താഴ വിരുന്നിലും വി.ഡി. സതീശൻ പങ്കെടുത്തു. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഗുഡ് മോർണിംഗ് സജോ. കനകോലു ലക്ഷ്യയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നതേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ നല്ല മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചു, എറണാകുളത്തടക്കം. പക്ഷേ ക്രൈസ്തവ സമൂഹങ്ങളുടെ പൂർണ്ണ പിന്തുണ UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്നതാണ് കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ പൊതുവെ തൃശ്ശൂർ ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗക്കാർ UDF-ന് അനുകൂലമായിട്ട് തദ്ദേശത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു നിരീക്ഷണം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ സഭ പൂർണ്ണ പിന്തുണ സഭയുടെ ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ അത് LDF-ന് പോയതാണ്. BJP ഒരു ഭാഗത്ത് ഔട്ട്റീച്ച് പ്രോഗ്രാമുമായിട്ടുണ്ട്. അപ്പോൾ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അല്ലേ സജോ? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും അതായത് സിറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടരുകയാണ്. അതിനിടെ ഈ സമ്മേളനം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു 9:30 പ്രതിപക്ഷ നേതാവ് സ്വന്തം താല്പര്യമെടുത്ത് സമയം ചോദിച്ച് സഭാസ്ഥാനത്തേക്ക് എത്തിയത് എന്താണ് ഇതിൽ ഏറ്റവും രാഷ്ട്രീയമായി സാമൂഹികമായും ഒക്കെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഈ സമയത്ത് അതായത് ഒരു 9:15 ഭക്ഷണം കഴിക്കാനായി പിരിയുന്ന, അതായത് അന്നത്തെ സമ്മേളനം വൈൻഡപ്പ് ചെയ്ത് അടുത്ത ദിവസത്തെ സമ്മേളനത്തിനായി പിരിയുന്ന സമയം നോക്കിയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഈ സിറോ മലബാർ സഭയുടെ സിനഡ് എന്നത് സഭയുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ്. ഒരു 50ഓളം ബിഷപ്പുമാരുണ്ടാകും. അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരുമായും ആശയവിനിമയം നടത്താൻ കഴിയും. 1 മണിക്കൂറോളം സമയം സഭാസ്ഥാനത്ത് വി.ഡി. സതീശൻ ചെലവഴിച്ചു. മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലടക്കം മറ്റ് ബിഷപ്പുമാരുമായും കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്താണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അതിനുശേഷം അത്താഴ വിരുന്നിലും പങ്കെടുക്കുകയും ചെയ്തു. പിന്നീടാണ് മടങ്ങിയത്. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ഒരു സ്വകാര്യ വാഹനത്തിൽ സാധാരണക്കാരനെ പോലെയാണ് അവിടെ എത്തി സന്ദർശനം നടത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പലയിടങ്ങളിലും അതായത് ക്രൈസ്തവ വോട്ടുകൾ നേരത്തെയും UDF-ൽ നിന്ന് അകന്നു പോയിരുന്നു. അത് LDF-ലേക്കും മറ്റ് പാർട്ടികളിലേക്കും ഒക്കെ എത്തുന്ന സാഹചര്യം പലയിടങ്ങളിലും കണ്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ തിരികെ എത്തിയെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. അതേസമയം കനകോലുവിന് സർവേ പ്രകാരം മറ്റൊരു അഭിപ്രായം, ഇപ്പോഴും അത് സമ്പൂർണ്ണമായി തിരിച്ചെത്തിയിട്ടില്ല എന്ന അഭിപ്രായമുണ്ട്. എങ്കിൽ കൂടിയും ഉദാഹരണത്തിന് കേരള കോൺഗ്രസ് M ഒക്കെ ഇപ്പോഴും LDF-ൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് സിനഡ് സമ്മേളനത്തിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അസാധാരണ സന്ദർശനം എന്ന രാഷ്ട്രീയ പ്രത്യേകത അതിന് ഉറപ്പായും ഉണ്ട്. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, സഭാ സന്ദർശനം ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ BJP-യിലേക്ക് പോയ വോട്ടുകൾ അത് തിരികെ കൊണ്ടുവരിക എന്നുള്ളതൊരു നീക്കമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സിനഡ് നടക്കുന്ന സമയത്ത് തന്നെ സന്ദർശനം നടത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്താഴ വിരുന്നൊക്കെ നടത്തിയാണ് മടങ്ങിയത്. നേരത്തെ വി.ഡി. സതീശൻ എടുത്തിരുന്ന നിലപാടുണ്ടായിരുന്നു, ഇത്തരം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭാ അല്ലെങ്കിൽ സമുദായ നേതാക്കളുടെ അടുത്തൊന്നും പോവില്ല എന്ന നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് NSSന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ മാറ്റുകയാണ്. ഇനി ഒരു ഡു ഓർ ഡൈ ആണ് മുൻപിൽ എന്നതിന്റെ സൂചന കൂടിയുണ്ട്, ഒരു സിഗ്നലുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വോട്ടും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നതാണ് തീരുമാനം അല്ലേ നീക്കത്തിന് പിന്നിൽ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ കാണേണ്ടത് BJP-യുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. ഇതുകൂടാതെ കേരള കോൺഗ്രസ് M LDF-ലാണ് ഉള്ളത്. ഇതുവഴി എല്ലാം വോട്ടുകൾ UDF-ന് പല കാലങ്ങളിലും എൻ ബ്ലോക്കായി ലഭിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു പങ്കുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം UDF-നെ സംബന്ധിച്ച് സാമുദായിക വോട്ടുകൾ അധികാരത്തിലേക്ക് എത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്ന് മാത്രമല്ല UDF-ന്റെ ഒരു രാഷ്ട്രീയ ലൈൻ പരമാവധി എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നു. അതുവഴിയും എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ പരമാവധി ശ്രമം നടത്തുന്നു എന്ന നിലയ്ക്കാണ്. അങ്ങനെയുള്ള ഒരു നീക്കമാണ് പൊതുവെ UDF സ്വീകരിച്ചു പോരുന്നത്. അതിനിടെയാണ് ഇടക്കാലത്ത് ഈ വോട്ടുകൾ പലതും LDF-ലേക്കും NDA-യിലേക്കും BJP-യിലേക്കും ഒക്കെ വഴിതിരിഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടത്. കേരള കോൺഗ്രസ് M എന്തായാലും UDF-ലേക്ക് തൽക്കാലം വരില്ല എന്നൊരു സാഹചര്യം അടക്കമുണ്ട്. എന്ന് മാത്രമല്ല മധ്യ കേരളത്തിലെ പലയിടങ്ങളിലെയും വിജയം എന്നത് UDF-ന് അധികാരത്തിലെത്താൻ വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതങ്ങനെ ഈസി വാക്ക് ഓവർ എന്ന വിചാരമൊന്നും നേതാക്കൾക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ക്യാമ്പിലടക്കം ഇത് ചർച്ച ചെയ്തിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ സാമുദായിക പിന്തുണ ഉറപ്പിക്കുക, സഭയുടെ പിന്തുണയടക്കം ഉറപ്പിക്കാൻ ശ്രമിക്കുക, ആ വോട്ടുകൾ വീണ്ടും ചിഹ്ന ഭിന്നമായി പോകുന്നത് UDF-ന് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വി.ഡി. സതീശൻ തന്നെ സ്വയം താല്പര്യമെടുത്ത് അങ്ങോട്ടേക്ക് സമയം ചോദിച്ച് ഈ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഓക്കെ,
താങ്ക് യു സജോയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ചില സന്ദർശനങ്ങൾ നടക്കുന്നു. സ്വാഭാവികമാണ്, അത്തരം സന്ദർശനങ്ങളൊക്കെ നടക്കും. എല്ലാ സമുദായങ്ങളുടെയും സഭാ നേതൃത്വത്തിൻ്റെയും ഒക്കെ പിന്തുണ വേണം. എല്ലാ പാർട്ടികൾക്കും അത് വേണം. ഇതിപ്പോൾ വി ഡി സതീശൻ തുടങ്ങി മറ്റു നേതാക്കളും പിന്നാലെ ഉണ്ടാവും. കേക്കുമായിട്ട് പോയത് വേറെ ടീമല്ലേ, അവരും പോയി, അങ്ങനെയും പോകണം. എന്താണ് രാഷ്ട്രീയ നേതാക്കൾ സഭാ സമുദായ നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതൊക്കെ അത് ആരോഗ്യമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക ശരീരത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം.